going to see module 3, the first section. Okay, so the section 3.6, that is the first section in module 3. It is curve sketching. Curve sketching. That is, we know that if you have a function like y is equal to f of x, say y is equal to x square plus 3, how do you sketch the graph? You will first write like a box like this and some x values, y value, corresponding y values. So you will see what is minus 1, 0, 1, 2 like that. So minus 1 you will get minus 1 square plus 3. It is 4. This is 3. When you substitute 1 you will get it is again 4. When you substitute 2 you will get 2 square plus 3 is 7 like that. And you will plot like x value is 0, y value is 3 means here. X value is minus 1, y value is 4 means somewhere here. And x value is 1, y value is 4 here. 2 and 7 is like that. So we will join all these points like this. അല്ലേ, ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫങ്ഷനെ ഗ്രാഫ് ചെയ്യുന്നത്. പക്ഷേ സപ്പോസ് യു ആർ ഗിവൺ a function like this. You are asked to sketch the graph of the function f of x is equal to 2x cube minus 3x square minus 12x plus 12. So it is very difficult to find. You will get some random points. We don't know will be it like this or will it be like this. We don't know. അല്ലേ, അപ്പോൾ അതുകൊണ്ട് using some informations that we have studied in module 2, such as increasing function, critical points, concavity, inflection, ഈ ഒക്കെ ഇൻഫർമേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഗ്രാഫിനെ സ്കെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വി ഹാവ് എ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ്. ഓക്കെ, ഞാനിവിടെ സൈഡിൽ ഗൈഡ് ലൈൻസ് എഴുതാം. സോ ഗൈഡ് ലൈൻസ് വി ഹാവ്, ഫസ്റ്റ് വൺ ഇസ് യു ഹാവ് ടു ഫൈൻഡ് ദ ഡൊമെയിൻ ഓഫ് എഫ്. ഫൈൻഡ് ദ ഡൊമെയിൻ ഓഫ് എഫ്. സെക്കൻഡ് വൺ, ഫൈൻഡ് ദി എക്സ് ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ്സ് ഓഫ് എഫ്. അതായത് എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും ഈ ഗ്രാഫ് എവിടെയാണ് കട്ട് ചെയ്യുന്നതെന്ന് അറിയണം. സോ എക്സ് ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ്സ് ആണ് നമുക്ക് അടുത്തതായിട്ട് കണ്ടുപിടിക്കാനുള്ളത്. എല്ലാ ക്വസ്റ്റ്യനും ഗ്രാഫ് സ്കെച്ച് ചെയ്യാൻ വരുന്ന എല്ലാ ക്വസ്റ്റ്യനും ഇതേ പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. തേർഡ് വൺ, ഡിറ്റർമൈൻ വെദർ ദ ഗ്രാഫ് എഫ് ഇസ് സിമെട്രിക്. സിമെട്രിക് ആണോ, ഒറിജിനൽ സിമെട്രിക് ആണോ, അതായത് സിമെട്രിക് അറൗണ്ട് വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണോ, അത് ക്വസ്റ്റ്യൻ. അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫോർത്ത് വൺ ഇസ് യു ഹാവ് ടു ഫൈൻഡ് ദ ബിഹേവിയർ ഓഫ് എഫ് ഫോർ ലാർജ് വാല്യൂസ് ഓഫ് എക്സ്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സും അതുപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സും കണ്ടുപിടിക്കണം. അതായത് എക്സ് ലാർജ് ആകുമ്പോൾ ഫംഗ്ഷൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഫിഫ്ത്ത് വൺ ഇസ് ഫൈൻഡ് ദി അസിംപ്ടോട്ട്സ്. അസിംപ്ടോട്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3 തരത്തിലുള്ള അസിംപ്ടോട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ മെയിനായിട്ട് 2 തരത്തിലുള്ള അസിംപ്ടോട്ട് ഉണ്ട്. ഇപ്പോൾ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ലൈന് ഇതിപ്പോൾ ഹൊറിസോണ്ടൽ, ഇപ്പോൾ ഞാൻ വരച്ച ലൈനാണ് ഹൊറിസോണ്ടൽ അസിംപ്ടോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഗ്രാഫ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യാതെ ഇങ്ങനെ പോകും. അതായത് ഇൻഫിനിറ്റി ആകുമ്പോഴത്തേക്കും ഇത് ഈ ലൈനിന് ടച്ച് ചെയ്യും. അതിനാണ് നമ്മൾ ഹൊറിസോണ്ടൽ അസിംപ്ടോട്ട് എന്ന് പറയുക. അല്ലെങ്കിൽ നിങ്ങൾ പ്ലസ് ടു പഠിച്ചിട്ടുണ്ടാവും എന്തായാലും അസിംപ്ടോട്ട് അല്ലേ. വെർട്ടിക്കൽ അസിംപ്ടോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്രാഫ് ഇങ്ങനെ വന്നിട്ട് ചിലപ്പോൾ ഇങ്ങനെ ആ അസിംപ്ടോട്ട് എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഇങ്ങോട്ട് പോകും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ താഴോട്ടാണെന്ന് പറഞ്ഞാൽ എക്സ് ഗോസ് ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെ, ഇതാണിങ്ങനെ, ഈ ഒരു ഫിഗറിനെയാണ് നമ്മൾ അസിംപ്ടോട്ട് എന്ന് പറയാം. അപ്പോൾ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ അസിംപ്ടോട്ട്സ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. 2 എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അസിംപ്ടോട്ട്സ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം, അസിംപ്ടോട്ട്സ്. പിന്നെ 6th വൺ ഇസ് യു ഹാവ് ടു ഫൈൻഡ് ദി ഇൻ്റർവെൽസ് വേർ എഫ് ഈസ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എഫ് എവിടെയാണ് ഇൻക്രീസിങ്, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിച്ചിട്ട് എവിടെയാണ് അത് ഇൻക്രീസിങ് എവിടെയാണ് ഡിക്രീസിങ് എന്ന് കണ്ടുപിടിക്കണം.
പിന്നെ അതേപോലെ റിലേറ്റീവ് എക്സ്ട്രീമ മിനിമം ഉണ്ടോ, റിലേറ്റീവ് മാക്സിമം ഉണ്ടോ, മിനിമം ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ ദ 8th വൺ ഇസ് ഡിറ്റർമൈൻ ദ കോൺകേവിറ്റി. കോൺകേവ് അപ്വേർഡ് ആണോ, കോൺകേവ് ഡൗൺവേർഡ് ആണോ, ഏത് ഇൻ്റർവെല്ലാണ് അത് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് ഇസ് 9th വൺ ഇസ് ഫൈൻഡ് ദി ഇൻഫ്ലക്ഷൻ പോയിൻറ്റ്സ്. പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻസ് കണ്ടുപിടിക്കണം. ദ ലാസ്റ്റ് വൺ ഇസ് ഇത്രയും ഇൻഫർമേഷൻസ് യൂസ് ചെയ്തിട്ട് യു ഹാവ് ടു സ്കെച്ച് ദി ഗ്രാഫ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പം ഞാൻ ഈ തന്നത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x ക്യൂബ് മൈനസ് 3x സ്ക്വയർ മൈനസ് 12x പ്ലസ് 12. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗ്രാഫ് എന്ന് പറയുന്നത്, നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ട ഗ്രാഫ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം, ഡൊമൈൻ കണ്ടുപിടിക്കണം. അതായത് എവിടെയാണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കണം. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇത് എല്ലായിടത്തും ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് ഡൊമൈൻ എന്ന് പറയുന്നത് -∞ to ∞ ആണ്. സെക്കൻഡ്, നമുക്ക് എന്ത് ചെയ്യണം, ഇൻ്റർസെപ്റ്റ്സ് കണ്ടുപിടിക്കണം അല്ലേ. ഇൻ്റർസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, y is equal to 0 കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് x വാല്യൂ കിട്ടുന്നതാണ് x ഇൻ്റർസെപ്റ്റ്. ഇനി x is equal to 0 കൊടുത്തിട്ട് കിട്ടുന്ന y വാല്യൂസ് ആണ് y ഇൻ്റർസെപ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫസ്റ്റ് വണ്ണ് നമുക്ക് x is equal to 0 കൊടുക്കാം y ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ x is equal to 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആൻസർ f of 0 എന്ന് പറയുന്നത് 12 കിട്ടും. സോ y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് ആരാണ്, 12 ആണ് y ഇൻ്റർസെപ്റ്റ്. ഓക്കെ, ഇനി പക്ഷെ നമുക്ക് y is equal to 0 ഇട്ട് കൊടുത്താൽ f of x is equal to 0 എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് മൈനസ് 3x സ്ക്വയർ മൈനസ് 12x പ്ലസ് 12 ഈക്വൽ ടു 0. പക്ഷെ ഇതൊരു ക്യൂബിക് ഇക്വേഷൻ ആയതുകൊണ്ട് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന്, അതായത് ഇത് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന് എന്ത് ചെയ്യുന്നില്ല, എക്സ് ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ y ഇൻ്റർസെപ്റ്റ് മാത്രം വെച്ചിട്ടാണ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം അതൊരു ക്യൂബിക് ഇക്വേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് അപ്പോൾ എക്സാമിന് ക്യൂബിക് ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് -b പ്ലസ് ഓർ മൈനസ് √b സ്ക്വയർ മൈനസ് a സ്ക്വയർ -4ac/2a എന്ന് പറഞ്ഞ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്കത് കിട്ടും. പക്ഷേ ക്യൂബിക് ഇക്വേഷൻ ആണെങ്കിൽ അല്ലെ അതിൻ്റെ മുകളിലോട്ടുള്ളതാണെങ്കിൽ നിങ്ങളതിനെ അറ്റംപ്റ്റ് ചെയ്യേണ്ട, എന്ത് ചെയ്താൽ മതി, y ഇൻ്റർസെപ്റ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതായി. ഇനി തേർഡ് വൺ സിമെട്രിക് ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, എഫ് ഓഫ് -x ചെയ്ത് നോക്കാം. സിമെട്രിക്ക് നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ ഇപ്പോൾ എക്സ് വാല്യൂ ഉണ്ടാവും, ഇവിടെ -x വാല്യൂ ഉണ്ടാകും. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. എഫ് ഓഫ് -xും സപ്പോസ് യുവർ എഫ് ഓഫ് -x is same as എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മിറർ ഇമേജ് പോലെ കിട്ടും അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എടുത്താൽ എഫ് ഓഫ് -x എന്ത് തന്നെയാണ്, -x² വിച്ച് ഇസ് സെയിം ആസ് എക്സ് സ്ക്വയർ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് എക്സ് ആക്സിസിന് സിമെട്രിക് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ വൈ ആക്സിസിന് സിമെട്രിക് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ വൈ ആക്സിസിന് സിമെട്രിക് ആണോ എന്ന് മനസ്സിലാക്കാൻ എന്ത് ചെയ്താൽ മതി, എഫ് ഓഫ് -x ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്, എഫ് ഓഫ് -x വിച്ച് ഇസ് 2 × -x ക്യൂബ് മൈനസ് 3x -x സ്ക്വയർ മൈനസ് 12 × -x പ്ലസ് 12. പക്ഷെ അതെന്ത് കിട്ടും, -2x ക്യൂബ് മൈനസ് 3x സ്ക്വയർ പ്ലസ് 12x പ്ലസ് പ്ലസ് 12 അല്ലേ. അപ്പോൾ ഇതാ കിട്ടുക, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ അത് ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക് അബൌട്ട് വൈ ആക്സിസ് എന്ന് കിട്ടും. ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക് അബൌട്ട് വൈ ആക്സിസ്. അല്ലെങ്കിൽ ഒറിജിനുമായിട്ടും അതിന് എന്താണ്, ഇപ്പം നമുക്ക് എഫ് ഓഫ് -x ഇസ് ഈക്വൽ ടു നമുക്കതും അല്ല എഫ് ഓഫ് -x ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പം സപ്പോസ് എഫ് ഓഫ് -x ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരുന്നെങ്കിൽ അത് വൈ ആക്സിസിന് സിമെട്രിക് ആണ്. അല്ല എഫ് ഓഫ് -x ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അതെന്തായിരിക്കും, ഒറിജിന് സിമെട്രിക് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഇത് നോക്കാം, ഒരു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് പറയുക, അപ്പം എക്സ് വിചാരിച്ചോ. സോ എഫ് ഓഫ് -x എന്ത് കിട്ടും, -x എന്ന് കിട്ടും, വിച്ച് ഇസ് മൈനസ് എഫ് ഓഫ് എക്സ് അല്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ഗ്രാഫ് വരച്ച് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും, 1 1 അല്ലേ, 0 0 -1. ഇതാണ് നമ്മുടെ ഗ്രാഫ് y is equal to x എന്ന് പറയുന്ന ഗ്രാഫ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒറിജിൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സിമെട്രിക് ആണ് അല്ലേ. ഈ ഭാഗത്ത് ഒരു മിറർ ഇമേജ് വെച്ചതുപോലെയാണ് ഒറിജിനിലേക്ക്. അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ മുകളിലും താഴെ ഒരു
ഇതാ ഈ ഒറിജിൻ്റെ ഇതിലൂടെ കട്ട് ചെയ്യുന്ന പോയിൻ്റ് എന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അത് വൈ ആക്സിസിന് സിമെട്രിക് ആണ്. എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഒറിജിന് സിമെട്രിക് ആണ്. ഇത് രണ്ട് കേസിലും ഇപ്പോൾ ഇവിടെ ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ആസ് വെൽ. എഫ് ഓഫ് എക്സിനോട് ഈക്വൽ അല്ല, മൈനസ് എഫ് ഓഫ് എക്സിനോട് ഈക്വൽ അല്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക് അബൌട്ട് വൈ ആക്സിസ് ആൻഡ് ദി ഒറിജിൻ ഓർ ദി ഒറിജിൻ, രണ്ടുമായിട്ട് സിമെട്രിക് അല്ല. അപ്പോൾ സിമെട്രി നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി 2x ക്യൂബ് അല്ലേ, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ലാർജ് നമ്പറാണ്. അപ്പോൾ 2 നെഗറ്റീവ് ആയിരിക്കും വാല്യൂ അല്ലേ. അപ്പോൾ 2 ഇൻറ്റു മൈനസ് സംതിങ്, അപ്പോൾ എന്ത് കിട്ടും? ഇറ്റ് ഈസ് ആക്ച്വലി ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് കിട്ടും. കാരണം ഒരു നെഗറ്റീവ് നമ്പർ 2 ഇൻറ്റു ഒരു വലിയ നെഗറ്റീവ് നമ്പറിൻ്റെ ക്യൂബാണ് എടുക്കുന്നത്, മൈനസ് 3 ഇൻറ്റു ആ നെഗറ്റീവ് നമ്പർ. പക്ഷെ നമുക്ക് അതിൻ്റെ ക്യൂബ് എടുക്കുമ്പോഴായിരിക്കും, അതായത് 2 ഇൻറ്റു എന്ന് പറഞ്ഞ് ചെയ്യാൻ പോകുന്ന നമ്പർ തന്നെ ഒരു നെഗറ്റീവ് നമ്പറാണ് ആൻഡ് അത് സോ ലാർജ്. അപ്പോൾ അതിൻ്റെ ക്യൂബ് എടുക്കാന്ന് പറയുമ്പോൾ അത് തന്നെ ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യുക. സോ അത് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലോട്ടാണ് പോവുക ലിമിറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത്. മനസ്സിലായോ? നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഇപ്പം ഒരു വിചാരിച്ചു, അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1000 ആണെന്ന് വിചാരിച്ചോ. എന്നിട്ട് നിങ്ങൾ എഫ് ഓഫ് എക്സ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ലാർജ് വാല്യൂ ആണെന്ന്. സോ എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ്ലി ലാർജ് ആവുന്ന സമയത്ത് ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എങ്ങോട്ട് പോകും? മൈനസ് ഇൻഫിനിറ്റിയിലോട്ട് പോകും. അതേപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അഗെയിൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി. അതേപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് വരും. അപ്പോൾ ഫിഫ്ത്ത് നോക്കാം. അസിംപ്ടോട്ട്സ് എവിടെയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അസിംപ്ടോട്ട്സ് എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ ഒരു 1/x എടുത്തോ, 1/x എടുത്താൽ അതിൻ്റെ ഡിനോമിനേറ്ററിലാണ് 0 അല്ലേ. അപ്പോൾ 1/xൻ്റെ ഗ്രാഫ് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് അറ്റ് 0 എക്സ് 0 ആവുന്ന സമയത്ത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റിയാണ്. അപ്പോൾ അതെന്തായിരിക്കും? അതാണ് നമ്മുടെ അസിംപ്ടോട്ടായിട്ട് വരിക. ഓക്കെ, അപ്പോൾ അസിംപ്ടോട്ടായിട്ട് വരുന്നത് കൊണ്ട് ഈ ഒരു പോയിന്റിലായിരിക്കും അസിംപ്ടോട്ട്. അപ്പം ഇൻഫിനിറ്റി, അതായത് എക്സ് 0 ആവുന്ന കേസിൽ അത് ഇൻഫിനിറ്റിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ അസിംപ്ടോട്ട് വരും. അതാണ് നമ്മുടെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പക്ഷേ ഡിനോമിനേറ്ററിൽ അല്ലെങ്കിൽ അസിംപ്ടോട്ട്സിൻ്റെ സാധ്യതകളില്ല. കാരണം ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റ്സിലാണ് നമുക്ക് അസിംപ്ടോട്ട്സ് വരിക. പക്ഷെ ഇവിടെ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന് ഹൊറിസോണ്ടൽ അസിംപ്ടോട്ട്, വെർട്ടിക്കൽ അസിംപ്ടോട്ട്സ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്റർ 0 ആവുന്ന ക്വസ്റ്റ്യൻസിൽ മാത്രമാണ് നമുക്കത്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ അങ്ങനത്തെയാണ്, അത് നമുക്ക് അവിടെ നോക്കാം. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ, സിൻസ് the denominator is non-zero, since the denominator of this function is not 0, there is no vertical asymptotes or horizontal asymptotes. അതാണ് കൺക്ലൂഷൻ. പിന്നെ 6th എന്ന് പറയുന്നത് എഫ് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ, അതിന് നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. 6x² minus 6x minus 12 which is 6 into x² minus 6 minus 2, that is ഒന്ന് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 6 into x plus 1 into x minus 2 എന്ന് കിട്ടും. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കണം അല്ലേ. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ, കാരണം ക്രിട്ടിക്കൽ പോയിന്റ്സിലായിരിക്കും നമുക്ക് ഇൻക്രീസിങ്, അതിൻ്റെ തൊട്ട് മുന്നത്തെ പോയിന്റിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എക്സ് ഇസ് ഈക്വൽ ടു -1 ഓർ എക്സ് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സിലാണ് നമുക്ക് ഇൻക്രീസിങ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ്സ് വരുന്നത്. ഇനി അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? പാർട്ടീഷൻ ചെയ്യണം. സോ ഇത് വെച്ചിട്ട് നമ്മുടെ ഒരു ഇൻ്റർവെലിനെ പാർട്ടീഷൻ ചെയ്യണം. -∞ to -1, -1 2 ആൻഡ് to ഇൻഫിനിറ്റി, ഇങ്ങനെ നമ്മൾ പാർട്ടീഷൻ ചെയ്തു. ഇനി ഇതിൻ്റെ ഉള്ളിലെ ഒരു പോയിന്റ്സ് എടുത്ത് നോക്കി, ഒരു ഫോർ -2 എടുത്ത് നോക്കി. അപ്പോൾ എഫ് ഡാഷ് ഓഫ് -2 എന്ന് പറയുമ്പം എന്ത് കിട്ടും? എഫ് ഡാഷ് ഓഫ് -2 is 6 into -2 plus 1 into -2 minus 2.
സോ 6 ഇൻറ്റു -1 -4, സോ ഇറ്റ് ഈസ് പോസിറ്റീവ്. അതുകൊണ്ട് എന്താണ് -∞ എന്താണ് ഇറ്റ് ഈസ് ഇൻക്രീസിങ്. അതേപോലെ അടുത്ത ഇവിടുന്ന് എടുത്ത് നോക്കാം, എഫ് ഓഫ് 0 എടുത്ത് നോക്കാം. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 6 ഇൻറ്റു 1 ഇൻറ്റു -2 വിച്ച് ഈസ് ലെസ് ദാൻ 0. സോ ഇറ്റ് ഈസ് ഡിക്രീസിങ്. ഇവിടെ എന്താണ് ഫംഗ്ഷൻ ഈ ഒരു ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. അതേപോലെ എഫ് ഡാഷ് ഓഫ് 3 എടുത്ത് നോക്കിയാൽ 6 ഇൻറ്റു 3 + 1 ഇൻറ്റു 3 - 2 അഗെയിൻ പോസിറ്റീവാണ്. സോ ഇൻക്രീസിങ് ആണ്. അപ്പം ഈ ഒരു ഇൻ്റർവെൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ 3 ഇൻ്റർവെൽസിൽ ഫസ്റ്റ് ഇൻ്റർവെല്ലിലും ലാസ്റ്റ് ഇൻ്റർവെല്ലിലും ഫംഗ്ഷൻ എന്താണ് ഇൻക്രീസിങ് ആണ്. അതിൻ്റെ മിഡിലിൽ മാത്രം എന്താണ് ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. ഇതെല്ലാം നമുക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോൾ യൂസ് ചെയ്യണം കേട്ടോ, എവിടെയാണ് ഇൻക്രീസിങ് എവിടെയാണ് ഡിക്രീസിങ് എന്നൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതെല്ലാം ഓരോ ക്വസ്റ്റിനും സെയിം തന്നെയാണ്, എല്ലാ ക്വസ്റ്റിനും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു 3 ഇൻ്റർവെല്ലിൽ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ അല്ല തന്നിരിക്കുന്ന ഡൊമൈനിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നുള്ള കാര്യങ്ങൾ കിട്ടി. അടുത്തത് 7th വൺ ഇസ് റിലേറ്റീവ് എക്സ്ട്രീമയാണ് 7th വൺ. അപ്പോൾ ഫസ്റ്റത്തതിൽ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് നമുക്ക് കിട്ടി -1 2, അതാണ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, റിലേറ്റീവ് എക്സ്ട്രീമ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, എഫ് ഡാഷിൻ്റെ എന്താണ് എഫ് ഓഫ് ക്രിട്ടിക്കൽ പോയിൻറ്റിന് മുന്നേയും പിന്നെയും നമുക്ക് എന്ത് ചെയ്യണം ഫംഗ്ഷൻ്റെ അങ്ങനെയല്ല ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് നമുക്ക് കിട്ടി. ദെൻ വി ഹാവ് ടു ഫൈൻഡ് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് അല്ലേ. എൻ പോയിൻറ്റ്സ് ഇവിടെ ഇല്ല, നമുക്ക് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ ടുഗെദർ വിത്ത് എൻ പോയിൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, ക്രിട്ടിക്കൽ പോയിൻറ്റ്സിലാണ് മാക്സിമം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എഫ് ഓഫ് -1 കണ്ടുപിടിക്കണം ആദ്യം. ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് C1 C2 ആയിരുന്നെങ്കിൽ ഇപ്പോൾ എ ബിയും കൂടി എടുത്തിട്ട് നമ്മൾ എഫ് ഓഫ് എ എഫ് ഓഫ് ബി എഫ് ഓഫ് സി എന്നിട്ട് ഈ 4 വാല്യൂസിൽ മാക്സിമം വാല്യൂ ആയിരിക്കും, അവിടെ ആയിരിക്കും റിലേറ്റീവ് എക്സ്ട്രീമ, മിനിമം വാല്യൂയിലായിരിക്കും അല്ലേ. അങ്ങനെയാണ് നമ്മൾ റിലേറ്റീവ് എക്സ്ട്രീമ ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നത്. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എഫ് ഓഫ് -1 എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും, 2 ഇൻറ്റു -1 ക്യൂബ് -3 -1 സ്ക്വയർ -12 ഇൻറ്റു -1 + 12 ഇസ് ഈക്വൽ ടു 19 എന്ന് കിട്ടും. അതേപോലെ എഫ് ഓഫ് 2 എടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു 2 ക്യൂബ് -3 ഇൻറ്റു 2 സ്ക്വയർ -12 ഇൻറ്റു 2 + 12 എന്ന് കിട്ടും വിച്ച് ഇസ് -8. അപ്പോൾ ഈ രണ്ട് വാല്യൂസിൽ മാക്സിമം 19ലാണ്, മിനിമം ഇതാണ്. സോ എഫ് ഹാസ് എ റിലേറ്റീവ് മാക്സിമം അറ്റ് -1 19 ആൻഡ് റിലേറ്റീവ് മിനിമം അറ്റ് എക്സ് വാല്യൂ ഇസ് 2, കറസ്പോണ്ടിങ് വൈ വാല്യൂസ് 2 -8. അപ്പോൾ ഈ ഇൻഫർമേഷനും നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ അവിടെ ഒരു റിലേറ്റീവ് മാക്സിമം ഉണ്ട്. 2 -1 അതായത് എക്സ് -1 ആവുന്ന സ്ഥലത്തൊരു മാക്സിമം ഉണ്ട്, അതേപോലെ എക്സ് 2 ആവുന്ന സമയത്ത് ഒരു മിനിമം ഉണ്ട്. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ അവസാനം യൂസ് ചെയ്യും കേട്ടോ. പിന്നെ റിലേറ്റീവ് എക്സ്ട്രീമ കണ്ടുപിടിച്ചു. ഇനി കോൺകേവിറ്റിക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഡബിൾ ഡാഷ് കണ്ടുപിടിക്കണം അല്ലേ, സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുകയാണ്. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 12x - 6 ആണ്, വിച്ച് ഇസ് 12 ഇൻറ്റു എന്ത് കിട്ടും, 12 ഇൻറ്റു 2x - 1 അല്ലേ, 12 ഇൻറ്റു 6 ഇൻറ്റു 2x - 1 6 ഇൻറ്റു 2x - 1. ഇനി നമുക്ക് എന്ത് ചെയ്യണം, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കണം, അല്ലെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിൻറ്റ്സിനാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഇംപ്ലൈസ് 2x - 1 is equal to 0 or x is equal to 1/2. അപ്പോൾ x is equal to 1/2ലാണ് എന്ത് നമുക്ക് ആ ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് എന്നല്ല പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, -∞ പാർട്ടീഷൻ ചെയ്യണം 1/2 വെച്ചിട്ട്. സോ -∞ 1/2 ആൻഡ് 1/2 ∞. അപ്പോൾ ഈ ഒരു സ്ട്രെച്ചിൽ നമ്മുടെ ഫംഗ്ഷൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു പോയിൻ്റ് എടുത്തു, സേ -1. സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് -1 എന്ന് പറയുന്നത് 6 ഇൻറ്റു 2 ഇൻറ്റു -1 -1 വിച്ച് ഇസ് 6 ഇൻറ്റു -2 -1 വിച്ച് ഇസ് 6 ഇൻറ്റു -3 വിച്ച് ഇസ് -18 വിച്ച് ഇസ് ലെസ് ദാൻ 0. അപ്പോൾ ലെസ് ദാൻ 0 ആണെങ്കിൽ കോൺകേവ് എന്തായിരുന്നു, കോൺകേവ് ഡൗൺവേർഡ് അല്ലേ, ശരിയല്ലേ. ഇറ്റ് ഈസ് കോൺകേവ് ഡൗൺവേർഡ് ആണ്. കാരണം നമ്മളവിടെ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചിട്ടുണ്ട്
എഫ് ഡബിൾ ഡാഷ് ഓഫ് അപ്പുറത്തെ ഒരു വാല്യൂ എടുക്കാം 1 എടുത്താൽ 6 ഇൻറ്റു 2 minus 1 which is positive. So here we have a concave upward. അപ്പോൾ നമുക്ക് ആ ഒരു ഫസ്റ്റത്തെ ഈ ഒരു ഇൻ്റർവെല്ലിൽ കോൺകേവ്, അതായത് ഫസ്റ്റത്തെ ഇൻ്റർവെല്ലിൽ കോൺകേവ് ഡൗൺവേർഡ് എന്നും അതിൽ മറ്റേതിൽ നമുക്ക് കോൺകേവ് അപ്വേർഡ് എന്നുള്ള ഇൻഫർമേഷനും കിട്ടി. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇൻഫ്ലക്ഷൻ, പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആണ്. അപ്പോൾ അതിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് 0, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് 0 എന്ന പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 1/2 ആണ്. പക്ഷെ 1/2ൻ്റെ മുന്നേ 1/2ൻ്റെ മുന്നേ നമ്മൾ എടുക്കുന്ന ഇൻഫ്ലക്ഷൻ ഇസ് ദിസ്. ആൻഡ് അപ്പോൾ ഇവിടെ നോക്കിക്കേ, 1/2ൻ്റെ മുന്നേ ഉള്ള പോയിൻ്റാണ് -1. അപ്പോൾ അവിടെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിൻ്റെ സൈൻ ചേഞ്ച് ആണ് അല്ലേ, ലെസ് ദാൻ 0. എഫ് ഡബിൾ ഡാഷ് ഓഫ് 1ൻ്റെ അപ്പോൾ ഡെറിവേറ്റീവിന് സൈൻ ചേഞ്ച് ഉള്ളതുകൊണ്ട് ഇവിടെ എന്തുണ്ടാവും, പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഇതൊക്കെ പ്രീവിയസ് നമ്മൾ ആ ഒരു സെക്ഷനിൽ പഠിച്ചതാണ് കേട്ടോ, ഇൻഫ്ലക്ഷനൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോൺകേവിറ്റി, ഇൻക്രീസിങ് ഇൻഫ്ലക്ഷൻ അതൊക്കെ മുമ്പ് പഠിച്ചതാണ്. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസിനെ നമ്മളൊരു ടേബിൾ ഫോമിലോട്ട് വരച്ചാൽ നമുക്ക് ഫസ്റ്റത്തത് ഡൊമെയിനാണ്. ഡൊമെയിൻ എന്ന് പറയുന്നത് -∞, ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഗ്രാഫ് വരയ്ക്കുന്നു. ആദ്യം ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നു. അപ്പോൾ ഡൊമെയിൻ എന്ന് പറയുന്നത് ഫുള്ളുണ്ട്, ഈ ഫുൾ റിയൽ ലൈനും വരുന്നുണ്ട്. പിന്നെ അടുത്തത് അതാണ് 1. 2 എന്ന് പറയുന്നത് ഇൻ്റർസെപ്റ്റ്സ് ആണ്. ഇൻ്റർസെപ്റ്റ്സിൽ നമുക്ക് y ഇൻ്റർസെപ്റ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അത് 12 ആണ്. അതായത് ഈ ഒരു ഗ്രാഫ് 12നെ, ഇപ്പോൾ 12 എന്ന് പറഞ്ഞ പോയിന്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ വൈനെ കട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. ഇനി മൂന്നാമത്തെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് സിമെട്രി ആണ്. സിമെട്രി പക്ഷേ ഇല്ല, നോ സിമെട്രി ആയതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ഒന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. 4th വൺ നോക്കാം, എൻഡ് ബിഹേവിയർ, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു -∞, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -∞. അതേപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, എഫ് ഓഫ് എക്സ്. അതായത് എക്സ് പിന്നെ എക്സ് ഇങ്ങോട്ടേക്ക്, അതായത് നെഗറ്റീവ് വാല്യൂയിലോട്ട് പോകുമ്പം നമ്മുടെ ഫംഗ്ഷൻ ഇങ്ങനെ താഴോട്ടാണ് പോകുന്നത്. എക്സ് നെഗറ്റീവ് ഇങ്ങനെ പോകുമ്പോൾ ഫംഗ്ഷൻ താഴോട്ടാണ്. അതേപോലെ എക്സ് പോസിറ്റീവിലോട്ട് പോകുമ്പം നമ്മുടെ ഫംഗ്ഷൻ ഇങ്ങനെ ഇൻഫിനിറ്റിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ, ഇത് വരയ്ക്കണ്ട, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയത്. എസ് നെഗറ്റീവ്ലി ബിഗർ ആവുന്ന സമയത്ത് ഫംഗ്ഷൻ നെഗറ്റീവ് ഇൻഫിനിറ്റിയിലോട്ടും, പോസിറ്റീവിലോട്ട് ബിഗർ ആവുന്ന സമയത്ത് ഫംഗ്ഷനും പോസിറ്റീവിലോട്ടാണ് പോകുന്നത്, ഇൻഫിനിറ്റിയിലോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലായി. പിന്നെ അസിംപ്ടോട്ട്സ് നമുക്കൊന്നുമില്ല. പിന്നെ വരുന്നത് ഇതാണ് ഇൻ്റർവെൽസ്. ഫംഗ്ഷൻ എവിടെയാണ് ഇൻക്രീസിങ് ആവുന്നത്, ഡിക്രീസിങ് ആവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഫംഗ്ഷൻ എവിടെയാണ്, അസിംപ്ടോട്ട്സ് ഇല്ല. ഫംഗ്ഷൻ എവിടെ ഇൻക്രീസിങ് ആവുന്നതെന്ന് പറഞ്ഞാൽ -∞ to -1 ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. -1 to 2 ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. 2 to ∞ അഗെയിൻ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ഓക്കെ. പിന്നെ അതേപോലെ റിലേറ്റീവ് മാക്സിമം എന്ന് പറയുന്നത് -119 മാക്സിമം ഉണ്ട്. അതേപോലെ മിനിമം എന്ന് പറയുന്നത് 2 - 8 ഇനി പിന്നെ കോൺകേവിറ്റിയാണ് അടുത്ത് വരുന്നത്. കോൺകേവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചത് തന്നെ, -∞ to ½ കോൺകേവ് ഡൗൺവേർഡ് ആണ്. അതേപോലെ 1/2 ഇൻഫിനിറ്റിയിൽ കോൺകേവ് അപ്വേർഡ് ആണ്. പിന്നെ പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുമ്പം യു വിൽ ഗെറ്റ് ഇറ്റ് as 1/2 പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഉണ്ട്. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 1/2. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1/2 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. 2 × 1/2 ക്യൂബ് -3 1/2 സ്ക്വയർ -12 × 1/2. അത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് 11/2 എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. അപ്പോൾ ആ പോയിൻ്റ് പറയുകയാണെങ്കിൽ y വാല്യൂ 11/2. ഈ ഒരു പോയിന്റിൽ പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമ്മളെങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഗ്രാഫ് വരച്ചു. അപ്പോൾ ഇത് നമ്മുടെ y ഇൻ്റർസെപ്റ്റ് ആണ്. പിന്നെ പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് മാർക്ക് ചെയ്യണം. 1 കുറച്ച് മാർക്ക് ആദ്യം കൊടുക്കുക. 3 -1 -2 -3. ഇനി ഹാഫ് ഇവിടെയാണ് അല്ലേ, ഹാഫ് ഇവിടെ 11.2 എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര വരും, 5 പോയിൻ്റ് അല്ലേ. അപ്പോൾ നമുക്കൊരു ഇതൊരു 10 ആണെന്ന് വിചാരിച്ചോ, 10 20 ആ ഒരു സ്കെയിലാണെന്ന് വിചാരിച്ചോ. അപ്പം ഒരു 5 പോയിൻ്റ്, ഏകദേശം ഒരു പകുതിൻ്റെ അടുത്ത്, ഈ ഒരു പോയിൻ്റാണ് 1/2 11/2 എന്ന് വിചാരിക്കുക. ഇതാണ് പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഉണ്ട്, ഈ ഒരു പോയിൻ്റ് ഉണ്ട്. പിന്നെ
റിലേറ്റീവ് മാക്സിമം വരുന്നത് -119 അപ്പം 19 ഏകദേശം ഇവിടെയാണെങ്കിൽ -1 ഇവിടെ ഒരു മാക്സിമം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു കട്ട് വരുന്നുണ്ട്, ഈ y ഇൻ്റർസെപ്റ്റിൽ ഒരു കട്ട് വരുന്നുണ്ട്, ഈ ഒരു പോയിന്റിൽ ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നിൽ അപ്വേർഡും കോൺകേവിറ്റിക്ക് ഒരു ചേഞ്ച് വരുന്നുണ്ട്. പിന്നെ ഒരു മിനിമം വരുന്നത് എവിടെയാണ്? 2 -8. അപ്പോൾ ഇവിടെ നമ്മൾ ഇതേ സ്കെയിൽ ഫോളോ ചെയ്താൽ -20, അപ്പോൾ 2 -8 ഇവിടെയും നമുക്ക് എന്തുണ്ട്? ഒരു മിനിമം ഉണ്ട്, ഒരു ഡിപ്പുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ അതേപോലെ -∞ ഹാഫിൽ ഡൗൺവേർഡ് ആണ്, അതായത് -∞ ഈ ഹാഫ് വരെ ഇവിടം വരെ ഫങ്ഷൻ എന്താണ്? ഡൗൺവേർഡ് ആണ്. അതായത് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഫങ്ഷൻ അപ്വേർഡ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പോയിൻറ്റ്സ് ഒന്ന് ജോയിൻ ചെയ്യാം. ഇൻഫ്ലക്ഷൻ തൊട്ട് y ഇൻ്റർസെപ്റ്റിലോട്ട് വേണമെങ്കിൽ റെഡ് ലൈനിൽ വരച്ചു തരാം. ഇൻഫ്ലക്ഷൻ തുടങ്ങി y ഇൻ്റർസെപ്റ്റ് ടച്ച് ചെയ്തു, ഇവിടെ മാക്സിമം ആണുള്ളത്. അപ്പോൾ ഇങ്ങനെ പോയിട്ട് എന്തായാലും ഫങ്ഷൻ ഇങ്ങനെ താഴോട്ട് വരണം, താഴോട്ട് വന്നിട്ട് ഇങ്ങനെ പോകണം. അതായത് എക്സ് ആക്സസ് ഞാൻ വരച്ചതൊന്ന് ഇതായിപ്പോയതാണ്, ശരിക്കും സ്മൂത്തായിട്ടുള്ളൊരു കർവാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോന്നു. അതേപോലെ ഇവിടെ നിന്ന് ഇനി ഇവിടം വരെ അപ്പം കോൺകേവ് ഡൗൺവേർഡ് ആണ്, താഴോട്ടാണ് അല്ലേ കർവ്. ഇനി തിരിച്ച് ഇൻഫ്ലക്ഷൻ്റെ അപ്പുറത്തോട്ട് അത് എന്തായിരിക്കണം? അപ്വേർഡ് ആയിരിക്കണം. അത് മാത്രമല്ലാണ്ട് x=1 അത് കട്ട് x=1 കഴിഞ്ഞതാ മിനിമത്തിൽ ടച്ച് ചെയ്തിട്ട് ഇറ്റ് ഷുഡ് ഗോ ലൈക്ക് ദാറ്റ്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഗ്രാഫ് നമുക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി ഡ്രോ എ ഗ്രാഫ്. So yeah, when yes, so this is how we draw a graph. അപ്പോൾ ഇത്ര ഇൻഫർമേഷൻസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെയാണ്. എക്സാമ്പിൾ 2, സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f(x) = x² / x² - 1. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റിന് ഞാൻ സ്റ്റെപ്പ് എഴുതുന്നില്ല, ഓരോന്നോരോന്ന് ഞാൻ പ്രോബ്ലം നിങ്ങൾക്ക് നോട്ട്സ് തരാം, അതിലുണ്ടാവും എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന്. ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഡൊമൈൻ കണ്ടുപിടിക്കണം. പക്ഷേ ഡൊമൈൻ കണ്ടുപിടിക്കാൻ ഇവിടെ ഡിനോമിനേറ്ററിൽ x², അപ്പോൾ x² - 1 0 ആവുന്ന പോയിൻ്റൊക്കെ പ്രശ്നമാണ് അല്ലേ? ഡിനോമിനേറ്റർ 0 ആയിപ്പോവും. അപ്പോൾ അവിടെ ഒന്നും ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. സോ x² - 1 = 0 implies x² = 1 or x = +or -1. അപ്പോൾ x ± x 1ഉം -1ഉം ആയ പ്രശ്നമാണ്. അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? -∞ to -1. -1 വേണ്ട, ആൻഡ് -1 നമുക്ക് വേണ്ട, ആൻഡ് -1 to 1 യൂണിയൻ 1 to ∞. അതായത് നമ്മൾ -1നെയും 1നെയും ഒഴിവാക്കി. ഇതാണ് അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് 1 നമുക്ക് ഡൊമൈൻ കിട്ടി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ x = 0 എന്ന് പറഞ്ഞാൽ f(x) എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ 0 0 എന്ന് പറയുന്നത് ഒരു ഇൻ്റർസെപ്റ്റാണ്, കട്ട് ചെയ്യുന്നുണ്ട് ഗ്രാഫിനെ. അതേപോലെ ഇനി f(x) = 0, അല്ലെങ്കിൽ y = 0 കൊടുത്തു. അപ്പോൾ f(x) = 0 എന്ന് പറഞ്ഞാൽ x² - x² - 1 = 0. അതായത് x² = 0, സോ x = 0. അപ്പോൾ y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? x ഇൻ്റർസെപ്റ്റ് 0 ആണ്, y ഇൻ്റർസെപ്റ്റും 0 ആണ്. അപ്പോൾ നമുക്ക് ഇൻ്റർസെപ്റ്റ്സ് കിട്ടി. ഇനി തേർഡ് വൺ നമുക്ക് ഇത് നോക്കണം, എന്ത് സിമെട്രി ഉണ്ടോ നോക്കണം. അപ്പോൾ f(-x) എടുത്തു, which is -x² / -x² - 1. പക്ഷേ ദാറ്റ് ഈസ് x² / x² - 1. സോ ഇറ്റ് ഈസ് സെയിം ആസ് f(x). സോ ഇറ്റ് ഈസ് സിമെട്രിക് അബൌട്ട് y ആക്സിസ്. അപ്പോൾ അതാണ്. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് യു ഹാവ് ടു ഫൈൻഡ് ലിമിറ്റ് x tends to -∞ f(x), which is x² - 1. അപ്പോൾ x -∞ പോവാന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? x. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനൊന്ന് ഡിവൈഡ് ചെയ്യാം. x² ഉണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് 1 - 1/x². ഇനി ലിമിറ്റ് x tends to -∞ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ആക്ച്വലി 1 അല്ലേ? അതേപോലെ ലിമിറ്റ് x tends to ∞, x² / x² - 1 എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് ലിമിറ്റ് x tends to ∞, മുകളിലും താഴെയും നമ്മൾ x² കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ x² / x² 1,
അതേപോലെ എക്സ് സ്ക്വയർ 1 എക്സ് സ്ക്വയർ ഇത് നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു അഗെയിൻ 1 ആസ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/∞ is 0. സോ യു വിൽ ഗെറ്റ് ഇറ്റ് ഇസ് 1. അപ്പം നമുക്ക് ആ ഒരു ബിഹേവിയർ കിട്ടി. അതായത് എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോഴും ഇതിലോട്ട് പോകുമ്പോഴും നമുക്ക് വാല്യൂ കിട്ടുന്ന 1 ആണ്, അസിംപ്ടോട്ട് കിട്ടുന്നത് 1 ആണ്. അത് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ലൈൻ എടുത്താൽ നമുക്ക് എക്സ് നെഗറ്റീവിലോട്ട് പോകുമ്പം ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ എന്താണ് ആ ഒരു ഇങ്ങനെ എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ലൈനാണ് ഇത്. അപ്പോൾ അതിലോട്ട് ഇങ്ങനെ അസിംപ്ടോട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. എക്സിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് അസിംപ്ടോട്ട് ഈ ഒരു ലൈനുമായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നു എന്നാണ് അതിൻ്റെ ഒരു കൺക്ലൂഷൻ. അപ്പോൾ അസിംപ്ടോട്ട് നമുക്ക് കിട്ടി. അല്ല, അസിംപ്ടോട്ട് ഇപ്പോൾ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ. അസിംപ്ടോട്ട് നമുക്കിപ്പോൾ പറയാം. ആ ലിമിറ്റ് കിട്ടി അല്ലേ. അസിംപ്ടോട്ടിൻ്റെ കാര്യം ഇപ്പോൾ അതാ 5th വണ്ണിലാണ് അസിംപ്ടോട്ട് പറയുന്നത്. സോ അസിംപ്ടോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 എന്ന പോയിന്റ് എന്ന് പറയുന്നത് ±1 ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ 0 എന്ന പോയിന്റ്സിലാണ് നമുക്ക് അസിംപ്ടോട്ട്സ് കിട്ടുന്നത്. അപ്പോൾ 1ഉം -1ഉം ആണ് നമുക്ക് വെർട്ടിക്കൽ അസിംപ്ടോട്ട്സിനുള്ള ഇത്, വെർട്ടിക്കൽ അസിംപ്ടോട്ട്സിന്. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് അൺഡിഫൈൻഡ് ആവുന്നത് എക്സ് ഇസ് ഈക്വൽ ടു ±1ലാണ്. അപ്പോൾ അവരിലാണ് നമുക്ക് വെർട്ടിക്കൽ അസിംപ്ടോട്ട് ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ. സോ എന്ത് ചെയ്യണം, ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ -1 എടുത്തു. പക്ഷേ എന്ത് കിട്ടും, -1² എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആകും. സോ ഇറ്റ് ഈസ് ഇൻഫിനിറ്റി അല്ലേ. ആൻഡ് വാട്ട് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 - എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ -1. അതായത് 1നെ നമ്മൾ ലെഫ്റ്റ് നിന്നാണ് അപ്രോച്ച് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, അല്ല റൈറ്റിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ എക്സ് സ്ക്വയർ എന്താ 1നെക്കാട്ടിലും ചെറുതാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മൈനസ് നെഗറ്റീവ് സൈൻ കിട്ടും. സോ ഇറ്റ് ഈസ് ഗോസ് ടു -∞. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. എക്സ് ഇസ് ഈക്വൽ ടു 1ഉം എക്സ് ഇസ് ഈക്വൽ ടു -1ഉം വെർട്ടിക്കൽ അസിംപ്ടോട്ടാണ്. വെർട്ടിക്കൽ അസിംപ്ടോട്ട് എന്ന് പറഞ്ഞാൽ എക്സ് 1ലോട്ട് പോകുമ്പം ഫംഗ്ഷൻ എങ്ങോട്ടേക്ക് പോകുന്നു, -∞ പോകുന്നു. അതേപോലെ എക്സ് -1ലോട്ട് പോകുമ്പം ആ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എങ്ങോട്ട് പോകുന്നു, ഇൻഫിനിറ്റിയിലോട്ട്. അങ്ങനെ ഇൻഫിനിറ്റിയിലോട്ട് ഫംഗ്ഷൻ വാല്യൂ പോകുന്നതിനാണ് നമ്മൾ അസിംപ്ടോട്ട് എന്ന് പറയും. അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ അസിംപ്ടോട്ട്സ് കിട്ടി. ഓക്കെ, ഇനി ഇതിൽ ഹൊറിസോണ്ടൽ അസിംപ്ടോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഹൊറിസോണ്ടൽ അസിംപ്ടോട്ട്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് 4th ഇതിൽ നമുക്ക് കിട്ടി. ഇനി എക്സ് -∞ലോട്ട് പോകുമ്പം ലിമിറ്റ് 1ലോട്ട് പോകുന്നു. അപ്പോൾ എക്സ് ഇതിലോട്ട് പോകുമ്പോൾ അപ്പോൾ ഇവിടെ നമുക്ക് ഹൊറിസോണ്ടൽ അസിംപ്ടോട്ട് കിട്ടി, ഇവിടുന്ന് വെർട്ടിക്കൽ അസിംപ്ടോട്ട്. അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. നമ്മുടെ ഗ്രാഫിൽ എക്സ് നെഗറ്റീവിലോട്ട് എക്സ് ഇങ്ങനെ നെഗറ്റീവിലോട്ട് പോകുമ്പം നമ്മുടെ ഫംഗ്ഷൻ ഇങ്ങനെ 1ലോട്ട് പോകും. അതേപോലെ എക്സ് പോസിറ്റീവിലോട്ട് പോകുമ്പോൾ നമ്മളെ ഫംഗ്ഷൻ ഇങ്ങനെ പോകും. അപ്പോൾ ഇതാണ് ഹൊറിസോണ്ടൽ അസിംപ്ടോട്ട്. ഇത് രണ്ടുമാണ് ഹൊറിസോണ്ടൽ അസിംപ്ടോട്ട്. പിന്നെ വെർട്ടിക്കൽ അസിംപ്ടോട്ട് എന്ന് പറഞ്ഞാൽ ഇത് നോക്കിക്കോ, എക്സ് ഇസ് ഈക്വൽ ടു 1 അതിവിടെയാണ്, എക്സ് ഇസ് ഈക്വൽ ടു -1. അപ്പോൾ ഇതാണ് ആ ലൈന്. ഓക്കെ, അപ്പോൾ എക്സ് ഇങ്ങനെ മുകളിലോട്ട് പോകുന്തോറും നമ്മളെ ഫംഗ്ഷൻ ഇൻഫിനിറ്റിയിലോട്ട് പോകും. എക്സ് മൈനസ് ഇതിലോട്ട് പോകുമ്പോൾ നമ്മളെ ഫംഗ്ഷൻ ഇങ്ങനെ ഇൻഫിനിറ്റിയിലോട്ട് പോകും. അതാണ് അസിംപ്ടോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ആർ ദി ഒബ്സർവേഷൻസ്. അപ്പം ഇങ്ങനെ അസിംപ്ടോട്ട്സ് 2 നമുക്ക് കിട്ടി. പിന്നെ നമുക്ക് വേണ്ടത് അസിംപ്ടോട്ട്സ് കിട്ടി, ഇനി നമുക്ക് ഇൻക്രീസിങ് ആണോ നോക്കണം. അപ്പോൾ ആ ഇൻക്രീസിങ് ആണോ എന്ന് നോക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പ്രോബ്ലം ആയിട്ട് തരികയാണ്. കാരണം കഴിഞ്ഞ സെക്ഷനിൽ ഓൾറെഡി ഇൻക്രീസിങ്ങും കോൺകേവിറ്റിയും ഞാൻ എടുത്തതാണ്, ഇൻഫ്ലക്ഷൻ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഒക്കെ ഞാൻ എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് 6 അതേപോലെ 7 8 ഇതെല്ലാം 9 ഇത്രയും കാര്യം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. സോ ഇതിൽ നമുക്ക് ആ ഒരു ടേബിൾ അവസാനം ഞാൻ വരച്ചു തരാം. അതായത് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, ആ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, അത് കഴിഞ്ഞതിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യനും എന്താണ് ഈ എക്സാമ്പിളും അടുത്ത എക്സാമ്പിൾ 3യും എന്തായാലും നോട്ടിൽ അടുത്ത ക്ലാസ്സിന് മുന്നേ ചെയ്തിരിക്കണം. ഞാൻ എന്തായാലും ചെക്ക് ചെയ്യും കേട്ടോ. സോ ഡൊമൈൻ എന്ന് പറയുന്നത് -1 -∞ 1 യൂണിയൻ -1 1 യൂണിയൻ 1 ഇൻഫിനിറ്റി. അതേപോലെ ഇൻ്റർസെപ്റ്റ്സ് കിട്ടിയത് XY ഇൻ്റർസെപ്റ്റ്സ് എന്ന് പറയുന്നത് 0 തന്നെയാണ്. പിന്നെ സിമെട്രി കിട്ടിയത് നമുക്ക് y ആക്സിസിന് സിമെട്രിക് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അസിംപ്ടോട്ട്സ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ അസിംപ്ടോട്ട്സ്, അതായത് വെർട്ടിക്കൽ അസിംപ്ടോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എവിടെയാണ് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നത്, ഫംഗ്ഷൻ എങ്ങോട്ടൊക്കെ ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നത്. ഫംഗ്ഷൻ ഇൻഫിനിറ്റിയിലോട്ട് പോകുകയെന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ
സീറോ ആവുക, ഡിനോമിനേറ്റർ സീറോ ആവുന്നത് എവിടെ, എക്സ് ഈക്വൽ ടു -1ഉം എക്സ് ഇസ് ഈക്വൽ ടു 1ഉം. ഇവർ നമ്മൾ ലിമിറ്റ് നോക്കിയപ്പോൾ അവർ ഇൻഫിനിറ്റിലോട്ട് പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ആയത്. പിന്നെ അതേപോലെ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത്, ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് എന്ന് പറഞ്ഞാൽ y ഇസ് ഈക്വൽ ടു 1, അതായത് എക്സ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആൻഡ് പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ലിമിറ്റാണ് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത്. പിന്നെ എൻഡ് ബിഹേവിയർ എന്ന് പറയുന്നത് ആസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സും 1ലോട്ട്, അതായത് എക്സിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ഇവർ 1ലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ നിങ്ങൾ പിന്നെ ഇൻക്രീസിങ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും -∞ ടു -1 ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, -1 ടു 0 ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്, 0 ടു 1 ഫംഗ്ഷൻ 0 ആൻഡ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ഓൺ, ഇവിടെ രണ്ട് സ്ഥലത്ത് ഇൻക്രീസിങ് ആണ്, ഡിക്രീസിങ് ഓൺ 0, 1 ആൻഡ് 1 ടു ഇൻഫിനിറ്റിയിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണെന്ന് മനസ്സിലാവും. പിന്നെ എക്സ്ട്രീമ ഉള്ളത്, റിലേറ്റീവ് മാക്സിമം ഉള്ളത് 0, 0, നേരത്തെ പ്രോബ്ലം പോലെ തന്നെ കേട്ടോ. കോൺകേവിറ്റി ഉള്ളത് ഡൗൺവേർഡ് ഓൺ -1, 1, അപ്വേർഡ് ഓൺ -∞ -1 ആൻഡ് 1 ഇൻഫിനിറ്റി, ഇവിടെയൊക്കെ അപ്വേർഡാന്ന് കിട്ടും. പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഇല്ലയെന്ന് കിട്ടും. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഗ്രാഫിനെ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത്രയും ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമ്മൾ ആദ്യം ഗ്രാഫിനെ പ്ലോട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. പക്ഷെ നമുക്കറിയാം -1ഉം 1ഉം ഇല്ല അല്ലേ, അത് എക്സ്ക്ലൂഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് രണ്ടും മാർക്ക് ചെയ്തു. പിന്നെയുള്ളത് എക്സ് ഇൻ്റർസെപ്റ്റും വൈ, അതായത് 0, 0നെ കട്ട് ചെയ്യുന്നു മനസ്സിലായി ഈ ഒരു ഗ്രാഫ്. പിന്നെ അതുപോലെ സിമെട്രിക് ആണ്, അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ വരച്ചിട്ട് അതേപോലെ ഇപ്പുറത്തോട്ട് വരച്ചാൽ ബാക്കി കിട്ടും. വൈ ആക്സിസിന് സിമെട്രിക് ആണ്. പിന്നെ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 1, അതായത് ഈ ഒരു ലൈനാണ് അസിംപ്റ്റോട്ട്. അതുപോലെ എക്സ് ഇസ് ഈക്വൽ ടു -1, ഇതും അസിംപ്റ്റോട്ടാണ്. 1 -1 0. ഓക്കെ. പിന്നെ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് എന്ന് പറഞ്ഞാൽ y ഇസ് ഈക്വൽ ടു 1, y ഇസ് ഈക്വൽ ടു 1 ഇവിടെയാണെങ്കിൽ ഇതാണ് നമ്മൾ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്. അപ്പോൾ ഇത്ര അസിംപ്റ്റോട്ട്സ് നമ്മൾ വരച്ചു വെച്ചു. പിന്നെയുള്ളത് എക്സ് -∞ലോട്ട് പോകുമ്പം നമുക്ക് 1ലോട്ടാണ് പോകുന്നത്, അതായത് എക്സ് -∞ലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ വാല്യൂ എങ്ങോട്ടാണ്, 1ലോട്ടാണ് പോകുന്നത്, അതായത് ലൈക്ക് ദിസ്, ഇങ്ങനെ ഒരു അസിംപ്റ്റോട്ട് ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ അതേപോലെ ഇപ്പുറത്തെ ബിഹേവിയർ, അതായത് എക്സ് ഇങ്ങോട്ടേക്ക് പോകുമ്പം അവിടെ എക്സ് 1ലോട്ട് തന്നെയാണ് പോകുന്നത്, അതായത് ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഇൻ്റർവെൽസ് -∞ ടു -1 ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ് എന്ന് മനസ്സിലായി. അസിംപ്റ്റോട്ട് ഉണ്ട്, അതായത് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ അസിംപ്റ്റോട്ടായിട്ടാണ് പോകുന്നത്. പിന്നെ സിമെട്രിക് ആയതുകൊണ്ട് തന്നെ അതേ ഫിഗർ തന്നെയായിരിക്കും ഇപ്പുറത്തും ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ ഈ രണ്ട് സൈഡിലും ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് എന്ന് മനസ്സിലായി. പിന്നെ റിലേറ്റീവ് മാക്സിമം, ഇവിടെ ഒരു മാക്സിമം ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ -1 ടു 1 ഗ്രാഫ് ഡൗൺവേർഡ് ആണ്, അപ്പം ഇവിടെ ഇങ്ങനെ ഡൗൺവേർഡ് ആയിട്ട് വരും, -1ൽ നിന്ന് 1ലോട്ട്, അതായത് -1ഉം 1ഉം ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ അത് ഇവിടെ മാക്സിമം 0ൽ മാക്സിമം വരണേ അത് ഇങ്ങനെ കിടക്കണം അല്ലേ, ഇത്രയൊക്കെ മനസ്സിലായി. അപ്പോൾ ഇൻഫ്ലക്ഷൻ ഇല്ലാത്തതുകൊണ്ട് സോ ദിസ് ഈസ് ദി ഗ്രാഫ്. ഇതാണ് ആക്ച്വലി നമുക്ക് നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ട ഗ്രാഫ്, ഈ റെഡിൽ ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഇത്രയും ഇൻഫർമേഷൻസ് ആണ് നമുക്ക് കിട്ടിയത്. ഇത് വെച്ചിട്ട് നമ്മളുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലാണ് ഇരിക്കുക. ഓക്കെ. സോ ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/1 പ്ലസ് സൈൻ എക്സ്. ഞാൻ എളുപ്പമുള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഡൊമൈൻ എന്ന് പറയുമ്പം 1 പ്ലസ് സൈൻ എക്സ് 0 ആവുന്ന പോയിൻറ്റ്സ് ഒരു പ്രശ്നമാണ്. അതായത് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു -1 ആകുന്ന പോയിൻറ്റ്സ്. സൈൻ എക്സ് -1 ആവുക എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പോയിൻറ്റ്സ് ആണെന്ന് വെച്ചാൽ, നിങ്ങൾ ട്രിഗ്നോമെട്രി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം സൈൻ 3π/2 എന്താണ്, -1 ആണ് അല്ലേ. അപ്പോൾ 3π/2 മാത്രമല്ല, 3π/2ൻ്റെ കൂടെ 2π ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ആ ആംഗിളിൻ്റെ കൂടെ ഒരു ഫുൾ റൊട്ടേഷനും കൂടെ അല്ലേ, അല്ലെങ്കിൽ 3π/2 പ്ലസ് 2n. സോ ഇൻ ജനറൽ 3π/2ൻ്റെ കൂടെ 2nπ ആഡ് ചെയ്താലുള്ള എല്ലാ ആംഗിൾസിലും വേറെ n ഇസ് ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇതിപ്പോൾ 3π/2 എന്ന് പറഞ്ഞാൽ ഇതാന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 2n+ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു റൊട്ടേഷനും കൂടെ കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ നിൽക്കാം. സോ അതെന്ത് കിട്ടും, സൈൻ 2nπ പ്ലസ് 3π/2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെയിം ആസ് സൈൻ 3π/2. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എന്ത് കിട്ടും,
-1 തന്നെ കിട്ടുക. അപ്പോൾ സൈന് -1 ആകുന്ന ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ജനറലി നമുക്ക് ഇങ്ങനെ പറയാം 3π/2 + 2nπ where n is equal to 0 ± 1 ± 2 ലൈക്ക് ദാറ്റ്. അപ്പോൾ നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇതിനൊക്കെ ഒഴിവാക്കണം അല്ലേ? സോ എക്സെട്ര -π/2 to 3π/2 യൂണിയൻ, പിന്നെ 3π/2 പാടില്ല, 3π/2 to 7π/2 യൂണിയൻ എക്സെട്ര. അങ്ങനെ എഴുതിയാൽ മതി. നമ്മൾ ഏതെങ്കിലും രണ്ട്, കാരണം ഇഷ്ടം പോലെ വരും ഇത് മുഴുവൻ ഇടയ്ക്കുന്ന. അതായത് n = 0 എന്ന് പറയുമ്പോൾ 3π/2, n = 1 എന്ന് പറയുമ്പോൾ 3π/2 + 2π വിച്ച് ഇസ് 4π/2, അല്ല സോറി 7π/2. അപ്പോൾ അത് നമ്മൾ എഴുതി. അതേപോലെ അടുത്തത് 2 വരുമ്പോൾ അടുത്ത്. അപ്പോൾ ഏതെങ്കിലും വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ഇത്ര എഴുതിയാൽ മതി. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഡൊമൈൻ. അതായത് നമ്മൾ ആ -∞ to ∞ ഈ ഒരു 3π/2 + 2nπ ഫോമിലുള്ളവരൊക്കെ എന്ത് ചെയ്യണം? എക്സ്ക്ലൂഡ് ചെയ്യണം. ഇനി നമുക്ക് എന്താണ് ഇൻ്റർസെപ്റ്റ്സ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇൻ്റർസെപ്റ്റ്സ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് x = 0 കൊടുത്താൽ sin 0 അല്ലേ? സോ y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് 1 കിട്ടും. y ഇൻ്റർസെപ്റ്റ് ഇസ് 1. ഇനി y = 0 കൊടുക്കാൻ പറ്റില്ല, കാരണം y ഒരിക്കലും 0 ആവില്ല. 1/1 + sin x = 0 എന്ന് പറഞ്ഞാൽ 1 = 0 എന്ന് വരും. ദാറ്റ് ഇസ് എ കോൺട്രഡിക്ഷൻ. അപ്പോൾ y ഒരിക്കലും 0 ആവില്ല. അതുകൊണ്ട് നമുക്ക് x ഇൻ്റർസെപ്റ്റ് കിട്ടില്ല. എക്സിനെ ഒരിക്കലും ഇത് കട്ട് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എക്സ് ആക്സിസിനെ ഇത് കട്ട് ചെയ്യുന്നില്ല. ഈ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് കട്ട് ചെയ്യാതെയാണ്, എക്സ് ആക്സിസിനെ കട്ട് ചെയ്യാതെയാണ് ഈ ഒരു ഗ്രാഫ് പോകുന്നത്. അപ്പോൾ അത് മനസ്സിലായി. ഇനി തേർഡ് വൺ ഇസ് എന്ത് ചെയ്യണം? സിമെട്രി ഉണ്ടോ നോക്കണം. അപ്പോൾ f of -x is equal to 1/1 + sin -x which is 1/1 - sin x which is not equal to f of x or -f of x. അപ്പോൾ സിമെട്രി അല്ല എന്ന് മനസ്സിലായി, സിമെട്രിയും ഇല്ല. അടുത്തത് ഫോർത്ത് വൺ ഇസ് ലിമിറ്റ് എൻഡ് പോയിൻറ്റ്സ് നോക്കണം അല്ലേ? ലിമിറ്റ് x tends to -∞ 1 + 1/sin x is equal to, അത് രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നില്ല അല്ലേ? sin ∞ എന്ന് പറയുന്ന വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ടുപേരും എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ എൻഡ് പോയിന്റിൽ നമുക്ക് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എൻഡ് പോയിൻറ്റ്സിൽ ഈ ഫംഗ്ഷൻ എങ്ങോട്ടും പോകുന്നില്ലെന്നല്ല, എൻഡ് പോയിൻ്റ് ആവുന്ന സമയത്ത് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, വാല്യൂ ഇല്ല. ഓക്കെ, അതേപോലെ ഫിഫ്ത്ത് വൺ ഇസ് ഇതിൻ്റെ ഡിനോമിനേറ്റർ ഓഫ് f of x is equal to 0 when 1 + sin x is equal to 0. അതായത് x നമ്മൾ പറഞ്ഞു ഡിനോമിനേറ്റർ 0 ആവാന്ന് പറഞ്ഞാൽ x is equal to 3π/2 + 2nπ ആണ്. ഓക്കെ, അപ്പോൾ അവിടെയാണ് നമ്മുടെ ഡിനോമിനേറ്റർ 0 ആവുന്നത്. സോ അവിടെയാണ് നമുക്ക് അസിംപ്ടോട്ട് വരാനുള്ള സാധ്യത. സോ ലിമിറ്റ് x tends to ഈ ഒരു പോയിന്റ് 3π/2 + 2nπ ഓഫ് 1 പ്ലസ് ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ അവിടെ എല്ലാ അസിംപ്ടോട്ടുകളാണ് ഉള്ളത്. ഓക്കെ, അവിടെ എല്ലാം നമുക്ക് അസിംപ്ടോട്ട്സ് ആണ് ഉള്ളത്. അവിടെ എല്ലാം വെർട്ടിക്കൽ അസിംപ്ടോട്ട്സ് ആണ് വരുന്നത്. പിന്നെ ഹൊറിസോണ്ടൽ അസിംപ്ടോട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, കാരണം ഹൊറിസോണ്ടൽ അസിംപ്ടോട്ട് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് x tends to ± അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഫോർത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഹൊറിസോണ്ടൽ അസിംപ്ടോട്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ യൂഷ്വൽ രീതിയിൽ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം ഇൻക്രീസിങ് ആണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് വെച്ചിട്ട് അതിനെ പാർട്ടീഷൻ ചെയ്തിട്ട് ഏതൊക്കെ ഇൻ്റർവെല്ലാണ് അത് ഇൻക്രീസിങ് ഡിക്രീസിങ് എന്നുള്ളത് കണ്ടുപിടിക്കുക. അതേപോലെ സെക്കൻഡ് വൺ ഇസ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എടുത്തിട്ട് അവിടെ എന്തുണ്ടാവും, അതിൻ്റെ തൊട്ട് മുന്നേയും ബാക്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞിട്ട് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ലൈക്ക് ദാറ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റിലേറ്റീവ് മാക്സിമ ഓർ മിനിമ. തേർഡ് വൺ ഇസ് കോൺകേവിറ്റി ഓഫ് $' കണ്ടുപിടിക്കുക, എന്നിട്ട് യു ഹാവ് ടു കൺക്ലൂഡ്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ആ ഒരു ടേബിൾ വരച്ച് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ദി ഐഡിയ ലൈക്ക് ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് അസിംപ്ടോട്ട്സ് ഒക്കെ വരച്ച് കഴിഞ്ഞിട്ട് യു വിൽ ഗെറ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. ആ ഫുള്ള് പോയിൻറ്റ്സ് ഒക്കെ പ്ലോട്ട് ചെയ്തിട്ട് വേണം അത് പറയാൻ. ഓക്കെ, അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസും ഞാൻ നോട്ടിൽ ചെക്ക് ചെയ്യും. ഇതിൻ്റെ ഡെറിവേറ്റീവ്സ്, കോൺകേവിറ്റി, ഇൻക്രീസിങ് അതൊന്നും ഞാൻ ഇനി എടുത്തില്ല, കാരണം ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്താണ് എങ്ങനെയാണ് കോൺകേവിറ്റി അല്ലെങ്കിൽ പിന്നെ ഇൻക്രീസിങ് ഫംഗ്ഷൻ, ക്രിട്ടിക്കൽ പോയിൻ്റ്, ഇൻഫ്ലക്ഷൻ അതൊക്കെ കണ്ടുപിടിക്കുന്നത്. അത് യൂസ് ചെയ്തിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ഗ്രാഫ് വരയ്ക്കുക. ഞാൻ റാൻഡംലി ആരെങ്കിലും വിളിച്ചിട്ട് ക്ലാസ്സിൽ നിന്ന് ഗ്രാഫ് വരയ്ക്കാൻ പറയും. ഓക്കെ, അപ്പോൾ ആ 3 ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചോളാം. അടുത്തൊരു ടോപ്പിക്കാണ് സ്ലാൻഡ് അസിംപ്ടോട്ട്സ്.
സ്ലാൻഡ് അസിംപ്ടോട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അസിംപ്ടോട്ട്സ് രണ്ടെണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. വെർട്ടിക്കൽ അസിംപ്ടോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, അതായത് ഫംഗ്ഷൻ ഇങ്ങനെ പോയിട്ട് ഈ വെർട്ടിക്കലിൻ്റെ അവിടെ ഇങ്ങനെ ഇൻഫിനിറ്റിയിലോട്ട് പോകും. അതേപോലെ ഹൊറിസോണ്ടൽ അസിംപ്ടോട്ട് എന്ന് പറഞ്ഞാൽ ഈ ലൈനിൽ ഇങ്ങനെ ഒരു പോയിന്റ് കഴിയുമ്പോൾ എക്സ് ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പം ഈ ഒരു ലൈനിലോട്ട് ടച്ച് ചെയ്യും, ഹൊറിസോണ്ടൽ ലൈനിലോട്ട് അസിംപ്ടോട്ടായിട്ട് പോകും. ഇനി ഇവിടെ ഉള്ളതാണ് പുതിയൊരു സാധനമാണ് സ്ലാൻഡ് അസിംപ്ടോട്ട്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ലൈനിലായിരിക്കും അസിംപ്ടോട്ട് വരിക. അതായത് ഇപ്പം ഈ ഒരു ദിസ് ഇസ് y ഈസ് ഈക്വൽ ടു mx പ്ലസ് ബി എന്ന് പറഞ്ഞ ലൈനാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ആയിരിക്കും ഇങ്ങനെ അസിംപ്ടോട്ടായിട്ട് പോവുക. നമ്മൾ നേരത്തെ പഠിച്ച അവസാനം ഇവിടെ ഇങ്ങനെ ഒരു സ്ലാൻഡിലോട്ടായിരിക്കും അസിംപ്ടോട്ടായിട്ട് പോവുക. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്ലാൻഡ് അസിംപ്ടോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലാൻഡ് അസിംപ്ടോട്ട് എന്ന് നമുക്ക് വിളിക്കുകയാണെങ്കിൽ ഒരു ഇക്വേഷന് വി കോൾ എ ലൈൻ വിത്ത് ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു mx പ്ലസ് ബി എ സ്ലാൻഡ് ഓർ ഒബ്ലിക്, രണ്ട് പേരുണ്ട്, സ്ലാൻഡ് അല്ലെങ്കിൽ ഒബ്ലിക് അസിംപ്ടോട്ട് ഇഫ്, ഇതാണ് കണ്ടീഷൻ, ഇത് പഠിക്കണേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു എം. ഈ സ്ലോപ്പ് ആയിരിക്കും. എഫ് ഓഫ് എക്സ് ബൈ എക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലൈനിൻ്റെ സ്ലോപ്പ് ആയിരിക്കും. ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് മൈനസ് എം എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു ബി ആയിരിക്കും. അതായത് നമ്മുടെ ഇത് y എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആണല്ലോ, അപ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് എം എക്സ് ഇസ് ഈക്വൽ ടു ബി. ഈ ഒരു അസിംപ്ടോട്ടിനെയാണ് നമ്മൾ സ്ലാൻഡ് അസിംപ്ടോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദി സ്ലാൻഡ് അസിംപ്ടോട്ട്സ് ഓഫ് ദ ഗ്രാഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ക്വസ്റ്റ്യൻ ആണ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x² മൈനസ് 3 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ബൈ എക്സ് കണ്ടുപിടിക്കണം. നമ്മളോട് സ്ലാൻഡ് അസിംപ്ടോട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫൈൻഡ് ദ സ്ലാൻഡ് അസിംപ്ടോട്ട്, അതായത് ആ ലൈനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഏതാണ് ആ ലൈനിൽ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലൈനിൽ നമുക്ക് എം വേണം അല്ലേ. അപ്പോൾ സ്ലാൻഡ് അസിംപ്ടോട്ടിൽ എം എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ബൈ എക്സ് ആണ്. സോ അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x² മൈനസ് 3 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2 ഓൾ ഡിവൈഡ് ബൈ എക്സ്. അപ്പോൾ ഓൾ ഡിവൈഡ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ 1, അത് നമുക്ക് റെസിപ്രോക്കൽ എടുക്കാം അല്ലെ. മുകളിലോട്ട് വരുമ്പം യു വിൽ ഗെറ്റ് 2x² മൈനസ് 3 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഇൻറ്റു 1 ബൈ എക്സ് എന്ന് വരും അല്ലേ. ഇനി ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 2x² മൈനസ് 3 ബൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2. Now that is equal to limit x tends to infinity. ഈ എക്സ് കൊണ്ട് നമ്മൾ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്, ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്ത് കിട്ടും, 2x² നമുക്കതിനെ പുറത്തെടുക്കാം, അതായത് എക്സ് ഇൻറ്റു 2x മൈനസ് 3ൽ എക്സ് ഇല്ലാത്തതുകൊണ്ട് എക്സിനെ പുറത്തെടുക്കുമ്പോൾ നമുക്ക് 3 അല്ലേ, 3നെ നമുക്ക് 3x ബൈ എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഒരു എക്സിനെ പുറത്തെടുക്കുമ്പോൾ ബാക്കിയുള്ളത് 3 ബൈ എക്സ് ഓൾ ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2. ഈ എക്സിനും ക്യാൻസൽ ചെയ്ത് എന്ത് കിട്ടും, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 2x മൈനസ് 3 ബൈ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 എന്ന് കിട്ടും അല്ലേ. ഇനി വീണ്ടും എക്സ് കൊണ്ട് ത്രൂ ഔട്ട് ഓരോ ടേമിനും നമ്മൾ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്, മുകളിലും താഴെയും. അപ്പോൾ എന്ത് കിട്ടും, 2 മൈനസ് 3x² ഡിവൈഡ് ബൈ 1 മൈനസ് 2x എന്ന് കിട്ടും. ഇനി എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പം എക്സ് ഡിനോമിനേറ്ററിൽ ഇൻഫിനിറ്റി ആകുമ്പം അല്ലേ, എക്സ് ഇൻഫിനിറ്റി ആകുമ്പോൾ 1 ബൈ എക്സ് എങ്ങോട്ടേക്ക് പോകും, 0ലേക്ക് പോകും. അപ്പം യു വിൽ ഗെറ്റ് ദ ലിമിറ്റ് ആസ് 2. ഓക്കെ, അപ്പോൾ നമുക്ക് എം കിട്ടി 2, എം ഇസ് ഈക്വൽ ടു 2. നൗ വാട്ട് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് മൈനസ് എം എക്സ്, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x² മൈനസ് 3 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2 മൈനസ് എം എക്സ് എന്ന് പറയുന്നത് എം എന്ന് പറയുന്നത് 2 ആണ്. അപ്പം എം എക്സ് ഇസ് 2x. ഇനി എന്ത് ചെയ്യുക, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ലിമിറ്റ് കണ്ടുപിടിക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 2x² മൈനസ് 3 മൈനസ് 2x ഇൻറ്റു എക്സ് മൈനസ് 2 ഓൾ ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 2x² മൈനസ് 3 മൈനസ് 2x² പ്ലസ് 4x ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. ദാറ്റ് ഈസ് ലിമിറ്റ് x tends to infinity 2x² cancel ആയി 4x minus 3 divided by x minus 2. Again that is limit x tends to infinity, x കൊണ്ട് throughout multiply ആണ്. അപ്പോൾ 4 minus 3 by x all divided by 1 minus 2 by x.
എന്നിട്ട് എക്സിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് 4 കാരണം ഇത് 0 പോകും, ഇതും 0 പോകും. ഓക്കെ, ത്രൂ ഔട്ട് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ശരിക്കും 4x - 3 ഡിവൈഡ് ബൈ എക്സ് ഓൾ ഡിവൈഡ് ബൈ x - 2 ബൈ എക്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി പോകും. അപ്പം വ്യത്യാസമൊന്നുമില്ല. അതാണ് നമ്മൾ ചെയ്ത പ്രോസസ്സ്. ലിമിറ്റൊക്കെ പഠിച്ച സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്ക് എം എന്ത് കിട്ടി? 2 കിട്ടി. ബി എന്ത് കിട്ടി? 4 കിട്ടി. സോ വാട്ട് ഈസ് ദി എന്താണ് സ്ലാൻഡ് അസിംപ്ടോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലാൻഡ് അസിംപ്ടോട്ട് എന്ന് പറഞ്ഞാൽ y ഈസ് ഈക്വൽ ടു mx പ്ലസ് ബി വിച്ച് ഇസ് 2x പ്ലസ് 4. അപ്പോൾ y ഈസ് ഈക്വൽ ടു 2x പ്ലസ് 4 ആണ് നമ്മുടെ സ്ലാൻഡ് അസിംപ്ടോട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ സ്ലാൻഡ് അസിംപ്ടോട്ട് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഒരു കുട്ടി സെക്ഷൻ ഉണ്ട്, പക്ഷെ അത് നമുക്ക് പ്രോബ്ലമായിട്ട് ഒന്നുമില്ല, ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ നോട്ട് ഇട്ട് തരാം, നിങ്ങൾ വായിച്ചിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് എഴുതിയാൽ മതി. ഫൈൻഡിങ് റിലേറ്റീവ് എക്സ്ട്രീമ യൂസിങ് എ ഗ്രാഫിംഗ് യൂട്ടിലിറ്റി. അതായത് ഒരു ഗ്രാഫ് വരയ്ക്കുന്ന ഒരു മെത്തേഡ് വെച്ചിട്ട് അവർ റിലേറ്റീവ് എക്സ്ട്രീമ കണ്ടുപിടിക്കുന്നതാണ്. അതിൽ പ്രോബ്ലം സൈഡിലൊന്നുമില്ല. So I'll be sharing the notes. You can just read out those sections. Okay, just that section. Okay, thank you.